ലോക ജനസംഖ്യ അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ ലോകത്തിലെ തന്നെ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഗൂഗിളിൽ നിങ്ങൾക്ക് പോപ്പുലേഷൻ ഇന്ത്യ ടോട്ടലി പോപ്പുലേഷൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ മിനിറ്റുകൾക്കകം ആ അക്കങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് നേരിട്ട് കാണാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോക ജനസംഖ്യ 700 കോടിയും മുന്നോട്ട് അല്ലെങ്കിൽ 700 കോടിയും കടന്ന് 800 കോടിയിലേക്കും 1000 കോടിയിലേക്കുമെല്ലാം എത്താൻ വെമ്പൽ കൊള്ളുന്ന ഈ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നിലവിൽ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് മരിച്ചവരെക്കാൾ കൂടുതലോ കുറവോ എന്നുള്ളൊരു ചിന്ത. ഒരു ചിന്ത നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാക്കുക. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ 700-800 കോടിയോളം വരുന്ന ലോക ജനസംഖ്യയേക്കാൾ വലിയൊരു സംഖ്യ, അത്രയും ജനങ്ങൾ നമ്മുടെ ഈ ഭൂമി ഉപയോഗിച്ചു ജീവിച്ചു മരിച്ചു പോയി എന്നതാണ് യാഥാർത്ഥ്യം എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ലോകത്ത് മനുഷ്യരാശിയുടെ നമ്മൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ, ബാർട്ടർ സമ്പ്രദായം പഠിക്കുമ്പോൾ, തീ കണ്ടുപിടിച്ച കാലഘട്ടം, അങ്ങനെ ഒരുപാട് കാലഘട്ടത്തിൻ്റെ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയും മറ്റും നേരിട്ടറിഞ്ഞ പല കാലഘട്ടങ്ങളിലൂടെ ജീവിച്ച് മരിച്ചു പോയ മനുഷ്യൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ അത് നിലവിൽ ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതലായിരിക്കും. ഇനി മറ്റൊരു ടോപ്പിക്കിലേക്ക് വരാം. നിലവിൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കെല്ലാവർക്കും കൂടി ഒരു നേരത്തെ ഫുഡ് ഒരാൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അതിന് പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയ ആളുകളും ഒരുപക്ഷെ ഇലോൺ മസ്കിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടേനും. അപ്പോൾ ഒരു നേരം ഈ 700-800 കോടി വരുന്ന ജനങ്ങളിൽ ഒറ്റ നേരം ഭക്ഷണം കഴിക്കാൻ എത്ര കോടി രൂപ ചെലവ് വരും? ഇവർക്കൊക്കെ എത്ര മനോഹരമായിട്ടാണ് കാര്യങ്ങൾ ഈ ഭൂമിയിൽ സംവിധാനം ചെയ്തിട്ടുള്ളത് എന്നുള്ള ഈ ചിന്ത നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇട്ടുതരികയാണ്. ചിന്തിക്കൂ. നിലവിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതലാണോ മരിച്ചുപോയ ആളുകൾ? മരിച്ചവരേക്കാൾ കുറവാണോ ജീവിച്ചിരിക്കുന്നവർ? ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ഈ എത്രയോ ജനനങ്ങളും മരണങ്ങളും ഇവിടെ സംഭവിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഒരുപക്ഷെ നിങ്ങളിത് കാണുന്നത് യൂട്യൂബിലായിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലായിരിക്കും. നിങ്ങളെവിടെ കണ്ടു കഴിഞ്ഞാലും നിങ്ങളുടെ അഭിപ്രായം പറയാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്.